ഹായ് ഓൾ വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാൻലി സാറിനോട് നമ്മൾ GSTയുടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടിയും സാറ് തന്നിരുന്നു. ഇനിയും ചില ചോദ്യങ്ങൾ സാറുമായിട്ട് ചോദിക്കാനുണ്ട്. നമുക്ക് സാറിലേക്ക് പോകാം. സർക്കാർ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സിൻ്റെ TDSഉം ഉണ്ട്, അതുപോലെ തന്നെ GSTയുടെ TDSഉം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതെങ്ങനെ, ഇത് രണ്ടും വരുമോ? രണ്ടിൻ്റെയും TDS വരുമോ? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? GST നിയമത്തിൽ ഗവൺമെൻറ് അതോറിറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒരു വർക്ക് ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ വ്യാപാരം നടത്തുമ്പോൾ സെക്ഷൻ 51 പ്രകാരം GSTയിലും TDS ഉണ്ട്. അത് 1%. അപ്പം നമുക്ക് പൈസ തരുന്ന മുറയ്ക്ക് 1% GSTയുടെ TDS പിടിച്ച് അവരുടെ പോർട്ടലിൽ അവരുടെ റിട്ടേൺ അവർ ഫയൽ ചെയ്യും. അതിൻ്റെ ബേസിൽ ഈ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ സപ്ലയർ ആരാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നത് അവർക്ക് അതിൻ്റെ ക്രെഡിറ്റും കിട്ടും. നിങ്ങൾക്കറിയായിരിക്കും, ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 194C പ്രകാരം കോൺട്രാക്റ്റ് വർക്ക് ആണെങ്കിൽ നമുക്ക് ഈ TDS പിടിക്കും, ഇൻകം ടാക്സ്. അതൊക്കെ മേലെ അല്ലെങ്കിൽ അതിനുപരി GST നിയമത്തിലും 1% TDS പിടിക്കുന്നുണ്ട്. സെക്ഷൻ 51 പറയുന്നത്. പക്ഷേ ആ TDS പിടിച്ചാലും നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ആ ട്രാൻസാക്ഷൻ വാല്യൂ, ഈച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈച്ച് പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ വർക്ക് ഓർഡറിൻ്റെ വാല്യൂ 2.5 ലക്ഷത്തിൽ കൂടിയാൽ മാത്രമാണ് ഈ TDS ബാധകമായിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്തു ഗവൺമെൻറ്റിന്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് GSTയുടെ TDS പിടിക്കില്ല, ഇൻകം ടാക്സ് TDS മാത്രമേ പിടിക്കൂ. 2.5 ലക്ഷത്തിൽ കൂടുന്ന ഒരു വർക്ക് ഓർഡറോ പർച്ചേസ് ഓർഡറോ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും 1% TDS പിടിക്കും. അത് 0.5% സെൻട്രൽ GSTയും 1% സ്റ്റേറ്റ് GSTയുമായിരിക്കും. ഇതാണ് 2 ടൈപ്പ് ഓഫ് TDSഉം എപ്പോൾ അത് ബാധകമാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവ്. സാർ, ഒരു ചെറുകിട വ്യാപാരിക്ക് ബിസിനസ് ചെയ്യാൻ GST രജിസ്ട്രേഷൻ നിർബന്ധമാണോ? അതേപോലെ GSTയുടെ പ്രിലിമിനറി കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് ചെറുതായിട്ടാണെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ നിർബന്ധമായിട്ടും നമ്മൾ സൂക്ഷിക്കണം. ഏത് ബിസിനസ് ആണെങ്കിലും ബുക്കും പുസ്തകവും കമ്പൽസറി ആയിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കണം. ഈ രജിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടേൺ ഓവറാണ്. ഇപ്പോൾ ഒരു ചെറിയ കട തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റേഷനറി കടയാണെങ്കിൽ പോലും ആ കട തുടങ്ങുമ്പോൾ ടേൺ ഓവറിൻ്റെ ബേസിസിലായിരിക്കും രജിസ്ട്രേഷൻ വരുന്നത്. അത് ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷവും സർവീസ് ആണെങ്കിൽ 20 ലക്ഷവുമാണ് ഒരു സാമ്പത്തിക വർഷം ടേൺ ഓവറിൻ്റെ പരിധി. ഈ പരിധിക്ക് മുകളിലായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അവരുടെ പാനും ആധാറും ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റും ഒരു ട്രേഡ് ലൈസൻസും ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. ഓഫീസർ മിക്ക സിറ്റുവേഷനിലും ഒരു ഇൻസ്പെക്ഷൻ നടത്തും. ഒരാഴ്ചയ്ക്കുള്ളിൽ സാധാരണഗതിയിൽ നമുക്ക് GSTN നമ്പർ കിട്ടും. സർവീസ് ആണെങ്കിൽ 20 ലക്ഷം, ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം. അപ്പോൾ ചെറുകിട ബിസിനസ്സുകാർ നിർബന്ധമായിട്ടും എപ്പോഴാണ് ഈ ടേൺ ഓവർ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബുക്സ് സൂക്ഷിക്കണം. ഒരു ബുക്ക് സൂക്ഷിച്ച് സെയിൽ നടത്തി ഒരു 38 ലക്ഷം രൂപ ആകുന്നു, അപ്പോൾ 40 ലക്ഷം ആ സാമ്പത്തിക വർഷം വരുമെന്ന് കരുതിയാൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം. പലരുടെ ഒരു സംശയമുണ്ട്, രജിസ്ട്രേഷൻ എടുത്ത അടുത്ത വർഷം എനിക്ക് ടേൺ ഓവർ 20 ലക്ഷം ഉള്ളുവെങ്കിൽ ഗുഡ്സിന് GST അടയ്ക്കണമെന്ന്. അതിൻ്റെ ഉത്തരം, ഒരിക്കൽ രജിസ്ട്രേഷൻ എടുത്താൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നവരെ അദ്ദേഹം GST കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് രജിസ്ട്രേഷനും അതിനോടനുബന്ധിച്ചുള്ള കംപ്ലയൻസസ്. സാർ, ഈ ഓട്ടോമൊബൈൽ ഡീലേഴ്സ് കാറുകൾ ഡെമോയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് പ്രദർശനം നടത്തിയാണ് അവർ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഈ ഓട്ടോമൊബൈൽ ഡീലർമാർ കച്ചവടം പിടിക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്നും കാറുകൾ കൊണ്ടുവന്ന് ഡെമോൺസ്ട്രേഷൻ വയ്ക്കും. അതെ. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് അത് ഓടിച്ച് നോക്കി അതിൻ്റെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ബുക്ക് ചെയ്യത്തുള്ളൂ. GST നിയമത്തിൽ 2017 ഇത് നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ വളരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ഡീലർമാരും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ പോയി. നിങ്ങൾക്കറിയാം, അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്നതാണ് ക്ലാരിഫിക്കേഷൻ. ഇന്ത്യയിലെ ഏത് ടാക്സ് പെയറിനും GST ഉള്ള വ്യക്തികൾക്ക് അഡ്വാൻസ് റൂളിംഗ് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ GST അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എഴുതി തരും. ഒരു പേഴ്സണൽ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും.
അപ്പോൾ നമ്മുടെ ഗ്രീവൻസ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിച്ചാൽ അതിന് ഉത്തരം തരുന്നു. പക്ഷേ 2017 തുടങ്ങി പല കമ്പനികൾ, അത് മാരുതി ആയിക്കോട്ടെ, ഹോണ്ട ആയിക്കോട്ടെ, ഏത് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിലും, ഈവൻ ബെൻസ് വരെ പോയിട്ടുണ്ട്, BMW. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ ഡീലർമാർ ഈ പറഞ്ഞ അഡ്വാൻസ് റൂളിങ്ങിന് പോയപ്പോൾ ഗവൺമെൻറ് കാലാകാലമായിട്ട് ഡിഫറെൻറ്റ് ക്ലാരിഫിക്കേഷൻസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 7 അല്ലെങ്കിൽ 8ഓളം അഡ്വാൻസ് റൂളിംഗ് നിലവിൽ ഇപ്പോൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒരു ഗവൺമെൻറ്, മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു, ഒരു ഗവൺമെൻറ് പറഞ്ഞു ഇത് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ കൂടി ഡെമോയ്ക്ക് കൊണ്ടുവരുന്ന വണ്ടി അതുപോലെ നിങ്ങൾ വിൽക്കുന്നില്ല. കാരണം 6 മാസം, 1 മാസമൊക്കെ അല്ലെങ്കിൽ 1 വർഷം ഡെമോ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പോലെ ആയിരിക്കും വിൽക്കുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് പാടില്ല എന്ന് പറഞ്ഞു. മാരുതി തുടങ്ങി വേറെ ചില കമ്പനികൾ പോയപ്പോൾ വേറെ സ്റ്റേറ്റുകൾ വ്യത്യസ്തമായ ഒപ്പീനിയൻ പറഞ്ഞത്, ക്ലാരിഫിക്കേഷൻ പറഞ്ഞത് ഇൻപുട്ട് എടുക്കാം. കാരണം ഫർദറൻസ് ഓഫ് ബിസിനസ് ആണല്ലോ. കാരണം ഈ ഡെമോ കാർ കണ്ടിട്ടാണല്ലോ പുതിയൊരു വണ്ടി അവർ പർച്ചേസ് ചെയ്തത്. ഈ ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വണ്ടികൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഡെമോ നടത്തിയിട്ട് നമ്മൾ വിൽക്കുന്നത് അല്ലെങ്കിൽ കച്ചവടം പിടിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് അത് ഫൈനലായിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് എടുക്കാം എന്നുള്ള കാര്യം. അപ്പോൾ ഇൻപുട്ട് എടുക്കാൻ പാടില്ലെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ എടുക്കാമെന്നുള്ളത് വേറെ കാര്യം, അത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഡെമോയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന വാഹനത്തിന് ഇപ്പോൾ ഇൻപുട്ട് എടുക്കാം. വിൽക്കുമ്പോൾ അത് ലാഭത്തിലാണ് എന്ന് പറഞ്ഞാൽ WDV എന്ന് പറയും. ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതൽ ഇതിന് വിറ്റ് കഴിഞ്ഞാൽ ആ മാർജിന് നമ്മൾ ടാക്സ് കൊടുക്കുകയും വേണം. ഇതാണ് സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സർ, റെസിഡൻസ് അസോസിയേഷൻ ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരാണ് ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസ് പണികളും എല്ലാം നടത്തി വരുന്നത്. അപ്പോൾ അവർക്ക് GST ഉണ്ടോ? അതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? റെസിഡൻസ് അസോസിയേഷൻ ഫോം ചെയ്ത് അവരൊരു സൊസൈറ്റി രൂപീകരിച്ചിട്ടായിരിക്കും മെയിൻ്റനൻസും കാര്യങ്ങളും ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. GST നിയമത്തിൽ 1 മാസം മെയിൻ്റനൻസ് ചാർജ് ഒരു ഫ്ലാറ്റ് ഓണറുടെ കയ്യിൽ നിന്നും സൊസൈറ്റി 7500 രൂപ കൂടുതൽ വാങ്ങിയാൽ GST വരും. അത് കുറവാണെങ്കിൽ വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അസോസിയേഷൻ ഫോം ചെയ്യുമ്പോൾ ഒരു സാമ്പത്തിക വർഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ചാർജ് 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഒരു കാരണവശാലും അടയ്ക്കേണ്ട ആവശ്യം. ഇപ്പോൾ 20 ലക്ഷത്തിൽ കൂടിയാൽ GSTയുടെ ഇത് വരും. 7500 രൂപ കൂടുതൽ വന്നാൽ 18% GST വേണം. ഈയിടെ IMAയുടെ ഒരു കേസിൽ ഹൈക്കോടതി വിധി വരികയുണ്ടായി. ഇത് ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞു. അത് വളരെ ആശ്വാസകരമായൊരു വിധിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പല കൺഫ്യൂഷനും സൊസൈറ്റിയിൽ ഉള്ളത്. കാരണം കേരള ഗവൺമെൻറ് നടത്തിയ ഒരു ഓർഡറാണ്, കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്, മറ്റുള്ള സംസ്ഥാനത്തൊന്നും വന്നിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലെല്ലാം പോകുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഫോർ ദ ടൈം ബീയിങ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ GST ബാധകമല്ല. കേരള കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് സെൽഫ് സർവീസാണ്, ഇതിൻ്റെ അകത്തൊരു സപ്ലൈ ഇല്ല, അത് GSTയുടെ നിയമത്തിൽ കൊണ്ടുവരുന്നതും ശരിയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ സേഫർ സൈഡിൽ പലരും ഇപ്പോഴും അത് കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം നാളെ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിന് പലിശയും 18% എക്സ്ട്രാ ചോദിക്കുമ്പോൾ ഒരു റെസിഡൻസും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓണേഴ്സും അത് പൈസ കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് ചെറുകിട ബിൽഡർമാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. വലിയ സൊസൈറ്റികൾ അതുപോലെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഇത് വരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ സർവീസ് ടാക്സ് നിയമത്തിലൊന്നും ഇത് ബാധകമല്ലായിരുന്നു. സെൽഫ് സർവീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ കോൺസെപ്റ്റിൽ ഇതൊരു പ്രോഫിറ്റ് മോട്ടീവ് അല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ GST നിയമത്തിൽ സപ്ലൈ എന്നുള്ള സെക്ഷൻ 7 പ്രകാരം ഇത് സപ്ലൈയുടെ ഭാഗമാണെന്നും ടാക്സബിൾ ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. GSTയുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉത്തരം നൽകി. ആൻഡ് താങ്ക് യു സോ മച്ച് സർ.